കേൾപ്പാനിടയായി. പ്രബോധനം എന്ന് പറയുന്നത് ഇങ്ങനെ വേണം. സ്തോത്രം. നാം എന്താകണം, നാം എന്ത് സൂക്ഷിക്കണം, നാം എന്തിനാണ് ഒഴിയേണ്ടുന്നത്, നാം എങ്ങനെ നമ്മുടെ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകണം എന്നുള്ള അനുഗ്രഹിക്കപ്പെട്ട ദൈവിക ആലോചന നമുക്ക് മുൻപിൽ ലഭിക്കാനിടയായി. സ്തോത്രം. വാത്സല്യ സാറിനെയും കുടുംബത്തെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത് രാത്രിയിലെ മീറ്റിങ്ങിന്, ഇന്ന് രാത്രിയിലെ അല്പനേരത്തെ ധ്യാനത്തിനായിട്ട് ദൈവം നൽകി തന്ന ഒരു ആലോചനയിലേക്ക് നിങ്ങൾ വലിയേറെ ശ്രദ്ധ ക്ഷണിക്കുന്നു. റോമാലേഖനം 4-ാം അധ്യായം അതിന്റെ 21, 22, 23 വാക്യങ്ങളാണ് ഇന്ന് രാത്രിയിലെ ധ്യാനത്തിനായി നമ്മൾ എടുത്തിരിക്കുന്നത്. റോമാലേഖനം 4-ാം അധ്യായം 21, 22, 23 വേദവാക്യങ്ങൾ. അവൻ വാഗ്ദത്തം ചെയ്തത് പ്രവർത്തിപ്പാനും ശക്തനെന്ന് പൂർണ്ണമായി ഉറച്ചു. അതുകൊണ്ട് അത് അവന് നീതിയായി കണക്കിട്ടു. അവന് കണക്കിട്ടു എന്ന് എഴുതിയിരിക്കുന്നത് അവനെ വിചാരിച്ചു മാത്രമല്ല, നമ്മെ വിചാരിച്ചും കൂടെ ആകുന്നു. നമ്മുടെ അതിക്രമങ്ങൾ മതി 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 മതി. അപ്പോസ്തലനായ പൗലോസ് റോമിലുള്ള ദൈവസഭയ്ക്ക് വേണ്ടി ഏകദേശം AD 57 അനുഗ്രഹിക്കപ്പെട്ട ഒരു ലേഖനമാണ് റോമാലേഖനം. റോമിൽ ഉള്ള ദൈവസഭയ്ക്ക് വേണ്ടി താൻ റോമിലേക്ക് ചെല്ലുന്നതിന് മുന്നേ അവിടെയുള്ള ദൈവസഭയെ അറിയിക്കേണ്ടതിന് ജ്ഞാനികളായിരിക്കുന്ന, തത്വജ്ഞാനികളായിരിക്കുന്ന, വേദശാസ്ത്രജ്ഞന്മാരായിരിക്കുന്ന എല്ലാവിധ അറിവുകളും നേടിയ റോമിലുള്ള വിശ്വാസികൾക്ക് വേണ്ടി എഴുതിയിരിക്കുന്ന ഒരു ലേഖനമാണ് റോമാലേഖനം. നമുക്ക് നല്ലവണ്ണം അറിയാം. ഇതിന്റെ ഇതിനകത്ത് ഉള്ളടക്കം ചെയ്തിരിക്കുന്ന വിഷയമെന്ന് പറയുന്നത് വിശ്വാസത്താലുള്ള നീതീകരണം എന്നുള്ളതാണ്. സ്വന്തം അതുവരെ റോമിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ദൈവസഭകളിൽ പ്രവൃത്തിയാലുള്ള നീതീകരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അഗ്രചർമ്മമോ യാഗമോ കഴിച്ച് ദൈവസന്നിധിയിൽ നീതിയായി തീരാം എന്ന് യഹൂദന്മാർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന് വിപരീതമായി അബ്രഹാം പിതാവിനെ മുൻപിൽ നിർത്തിയിട്ട് വിശ്വാസത്താൽ നമുക്ക് നീതീകരിക്കപ്പെടാം. ജഡത്തിൽ കാണിക്കുന്ന പ്രവൃത്തികൾക്കോ അല്ലെങ്കിൽ പുറമേ കാണിക്കുന്ന പ്രവൃത്തികൾ കൊണ്ടല്ല, നമുക്ക് വിശ്വാസമുണ്ടെങ്കിൽ ദൈവം അത് നീതിയായി കണക്കിടും, നിനക്ക് നീതീകരണം ലഭിക്കുമെന്ന് പഠിപ്പിക്കുന്ന ഒരു പുസ്തകമാണ് റോമാലേഖനം. ഇന്ന് പകലിൽ ഒരു കാര്യം കൂടെ വിളിച്ചു പറയാം. പുറമേ കാണിക്കുന്നത് കൊണ്ടല്ല ദൈവം നീതീകരിക്കുന്നത്, പുറമേ കാണിക്കുന്നത് കൊണ്ടല്ല ദൈവം അനുഗ്രഹിക്കുന്നത്. പിന്നെയോ അവൻ വചനം എഴുതിയിരിക്കുന്നു, അവൻ ഹൃദയങ്ങളെ ശോധന ചെയ്യുന്നവനാണ്. ആമേൻ. ഇന്ന് രാത്രി ഈ മീറ്റിംഗിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ദൈവജനത്തോട് ഞാൻ ദൂത് പറയാം. അവൻ പുറമേ നോക്കി പലരും മാർക്കിട്ട് മാറ്റി നിർത്തിയേക്കാം. പുറമേ ഉള്ളത് നോക്കിയിട്ട് നീ കൊള്ളത്തില്ലെന്ന് പറഞ്ഞേക്കാം, വാക് സാമർഥ്യമില്ലെന്ന് പറഞ്ഞേക്കാം, സ്റ്റേജ് പ്രസൻസ് ഇല്ലെന്ന് പറഞ്ഞേക്കാം. പക്ഷെ ഇന്ന് രാത്രി വചനം എഴുതിയിരിക്കുന്നു, പുറമേ ഉള്ളത് നോക്കിയിട്ടല്ല, അകത്തുള്ള വിശ്വാസം നോക്കിയിട്ടത്രേ ദൈവം നീതിയായി കണക്കിടുന്നത്. ഈ 2025 നമ്മുടെ കുടുംബത്തോട്, നമ്മുടെ തലമുറയോട്, നമ്മുടെ ശുശ്രൂഷ ജീവിതത്തോട് ദൈവം ചില നീതിയായി കണക്കിടണമെങ്കിൽ ഇന്ന് രാത്രി നാം വിശ്വാസത്തിൽ ഒന്ന് ഉറയ്ക്കേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ. ആമേൻ. ഏലി പുരോഹിതൻ നോക്കിയതും ശമൂവേൽ പുരോഹിതൻ നോക്കിയതൊക്കെ ഉയരവും പൊക്കവും വണ്ണവും ഉള്ളവരെ നോക്കി, രാജകിരീടം വയ്ക്കുവാൻ പ്രൗഢയുള്ള മുഖം നോക്കി. പലരും മാർക്കിട്ട് വയ്ക്കുമ്പോൾ യഹോവ പറഞ്ഞ ദൂതാണ്, നീ അവനെ അഭിഷേകം ചെയ്യരുത്, ഞാൻ അവനെ കണ്ടിട്ടില്ല. എന്റെ പ്രിയമുള്ളവരെ, ഇന്ന് രാത്രി പുറമെ വലിയ പേരും പ്രശസ്തിയും കാണിക്കുന്നവരെ ഒന്നും ദൈവം കണ്ടിട്ടില്ലെന്നേ. അവൻ ചെറിയ വീടാണെങ്കിലും വചനം വായിച്ചുകൊണ്ട് വിശ്വാസത്തിന് വേണ്ടി നീതിയോടെ നിൽക്കുന്ന, പുറമെ പറയും വലിയ യോഗ്യതയില്ലാത്ത നിന്നെ നോക്കിയിട്ട് ദൈവം പറയുകയാണ്, ഇവനെയാണ് ഞാൻ കണ്ടത്, ഇവനെയാണ് ഞാൻ അഭിഷേകം ചെയ്തിരിക്കുന്നത്. ഇന്ന് രാത്രി എത്ര പേർക്ക് സന്തോഷമുണ്ട്? ലോകം പുറമെ നോക്കി മാനിക്കുമ്പോൾ എന്റെ ദൈവം ഹൃദയത്തെ നോക്കി ശോധന ചെയ്ത് മാനിക്കുന്ന ദൈവമാണ്. വിശ്വകർത്താവിന് സ്തോത്രം ചെയ്ത. അപ്പോ റോമാലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പഠിപ്പിക്കുന്നത് വിശ്വാസത്താലുള്ള നീതീകരണമാണ്. ഈ 1 മുതൽ 3 അധ്യായം പറയാൻ ഒത്തിരി സമയം നമുക്ക് ആവശ്യമാണ്. എന്നാൽ അതിലേക്ക് പ്രവേശിക്കാതെ 4-ാം അധ്യായത്തിലേക്ക് കയറി ഈ പ്രാർത്ഥനയ്ക്ക് വേണ്ടി കഴിഞ്ഞ ഡിസംബർ മാസം സാർ എന്നെ ക്ഷണിച്ചപ്പോൾ ഞാൻ സാറിനോട് പറഞ്ഞു, സാറേ ഈ വർഷത്തെ ഓൺലൈൻ മീറ്റിംഗിൽ ഫസ്റ്റ് മീറ്റിംഗ് ആണ് 6-ാം തീയതി എനിക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോ പുതുവർഷത്തിൽ എന്ത് പ്രസംഗിക്കണം? ദൈവസഭയ്ക്ക്, ദൈവജനത്തിന് ചില മുഖങ്ങളേക്ക് എനിക്ക് നല്ല പരിചയമുണ്ട്.
സ്വത്രം. അപ്പൊ പരിചയം കൊണ്ട് പോകാതെ എന്ത് പ്രസംഗിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ പരിശുദ്ധാത്മാവിന്റെ ഉള്ളിൽ നൽകി തന്നൊരു ദൂത് ഞാൻ പറയാം. ആമേൻ സ്വത്രം. പൂർണ്ണമായി ദൈവം ശക്തനെന്ന് നമ്മൾക്ക് വാഗ്ദത്തം ചെയ്ത വാഗ്ദത്തങ്ങൾ നിവർത്തിപ്പാൻ അവൻ ശക്തനാണെന്ന് നാം പൂർണ്ണമായി വിശ്വസിക്കണം. അതിന്റെ 21-ാമത്തെ വാക്യം, അവൻ വാഗ്ദത്തം ചെയ്തത് പ്രവർത്തിക്കുവാനും ശക്തനെന്ന് പൂർണ്ണമായി ഉറച്ചു. ഇന്ന് രാത്രി ഈ 6-ാമത്തെ ദിവസം രാത്രിയിൽ 2025 നമ്മൾ പ്രവേശിച്ചിരിക്കുന്ന ഈ പുതിയ വർഷത്തിന്റെ 6-ാമത്തെ രാത്രിയിൽ ഞാൻ ദൈവസഭയെ നോക്കി ചോദിക്കുന്നു, നിങ്ങൾ എന്തിനാണ് ഉറച്ചിരിക്കുന്നത്? ലോകം തന്നിരിക്കുന്ന വൈദ്യശാസ്ത്രത്തിലാണോ നിങ്ങൾ ഉറച്ചിരിക്കുന്നത്? അതോ ഏതെങ്കിലും മന്ത്രവാദികൾ വിളിച്ചു പറഞ്ഞ വാക്കിലാണോ നിങ്ങൾ ഉറച്ചിരിക്കുന്നത്? അല്ലെങ്കിൽ ശരീരത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടിലാണോ നീ ഉറപ്പ് പ്രാപിച്ചിരിക്കുന്നത്? എന്നാൽ ഇന്ന് രാത്രി ദൈവം തന്ന വാഗ്ദത്തത്തിൽ ഉറച്ചുകൊണ്ട് വാഗ്ദത്തം ചെയ്തവനെ മുറുകെ പിടിച്ച് ഉറച്ചു വിശ്വസിക്കുന്നുവെങ്കിൽ അത് നിനക്ക് 25 നീതിയായി കണക്കിടുന്ന ഒരു ദൈവമുണ്ടെന്ന് മറന്നു പോകരുത്. Praise the Lord. Hallelujah. ഉറയ്ക്കേണ്ടുന്നത് ഈ ദൈവസഭയെ നോക്കിയിട്ട്, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രൊഫൈലിൽ നോക്കിയിട്ട് പലരും മുഖം എനിക്ക് കാണാൻ കഴിയുന്നില്ല. പക്ഷെ നിങ്ങളുടെ മുഖത്ത് നോക്കി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, കണ്ണുകൊണ്ട് കാണുന്നതിലല്ല നീ ഉറയ്ക്കേണ്ടുന്നത്, ചെവിയിൽ മുഴങ്ങിയ വാർത്തകളിലല്ല നീ ഉറയ്ക്കേണ്ടുന്നത്, പിന്നെയോ ബാങ്ക് പട്ടിച്ചിരിക്കുന്ന ജപ്തി നോട്ടീസിലല്ല നീ ഉറയ്ക്കേണ്ടുന്നത്. ദൈവം തന്ന വാഗ്ദത്തം ഉണ്ടല്ലോ, അതിൽ നീ ഉറപ്പുള്ളവനാണെങ്കിൽ, അതിൽ നീ ഉറയ്ക്കാൻ കഴിയുന്നെങ്കിൽ, ആ വാഗ്ദത്തം ചെയ്ത ദൈവത്തിൽ നിനക്ക് ഉറപ്പ് പ്രാപിക്കാൻ കഴിയുന്നെങ്കിൽ, ഇന്ന് രാത്രി നിന്നെ വരിഞ്ഞു കെട്ടുന്ന, നമ്മുടെ വാഗ്ദത്തങ്ങളെ തടഞ്ഞു വയ്ക്കുന്ന ദുഷ്ടന്റെ പോരികളെ നിനക്ക് ജയിക്കാൻ കഴിയും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, പിശാചിന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലോ. എന്താ പിശാചിന്റെ തന്ത്രം? നിന്റെ അകത്ത് അവിശ്വാസത്തെ കൊണ്ടുവന്ന് എങ്ങും ഉറയ്ക്കാൻ കഴിയാതെ, ഉപവാസത്തിൽ ഉറയ്ക്കാൻ കഴിയാതെ, വിശ്വാസത്തിൽ ഉറയ്ക്കാൻ കഴിയാതെ, എടുത്ത തീരുമാനത്തിൽ ഉറയ്ക്കാൻ കഴിയാതെ, വല്ലാതെ കാറ്റിനാൽ അലയുന്ന പടകുപോലെ ഇന്ന് രാത്രി വല്ലാതെ ഉഴലുന്നെങ്കിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, വാഗ്ദത്തം ചെയ്തവനിൽ നീ ഉറയ്ക്കണം. അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുന്നമേ നിന്നെ കണ്ടു പേർ ചൊല്ലി വിളിച്ച ദൈവത്തിൽ നീ ഉറപ്പുള്ളവനാണെങ്കിൽ അവൻ നിന്നെ വഴിയിലിട്ടേച്ചു പോകുന്നവനല്ല. വിശ്വസിക്കുന്നവർ കർത്താവിനെ സ്തോത്രം ചെയ്താണ്. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്താണ്. ഇന്ന് രാത്രി എന്തിനാ നീ ഉറയ്ക്കേണ്ടുന്നത്? 25 എല്ലാം തീരുമെന്നാണോ ഉറയ്ക്കേണ്ടുന്നത്? അതോ എനിക്ക് ഇങ്ങനെയൊക്കെ കഴിഞ്ഞു പോയാൽ മതി എന്നാണോ നീ ഉറയ്ക്കേണ്ടത്? അല്ല. യാതൊരു സാധ്യതയുമില്ലാത്തപ്പോൾ വാഗ്ദത്തം ചെയ്തവനിൽ ഉറച്ചവനായിരുന്നു അബ്രഹാം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി പ്രിയമുള്ളവരെ, പുതിയ കഥാപാത്രങ്ങളെ കൊണ്ടുവന്ന് 2 കയ്യടി നേടി 2 അന്യഭാഷ പറഞ്ഞ് നിങ്ങൾ 2 സ്തോത്രം കേട്ട് പോകാനല്ല ഇന്ന് രാത്രി നിൽക്കുന്നേ. ആമേൻ. ആത്മനിറവോടെ ഉറപ്പോടെ ഞാൻ പറയാം, വാഗ്ദത്തം ചെയ്തവനിൽ നാം ഉറയ്ക്കണം. ഇന്ന് രാത്രി ഉറയ്ക്കണം. അനുകൂലമായിട്ട് ഒരു സാഹചര്യം നിനക്ക് കാണത്തില്ല, കാറ്റ് കാണത്തില്ല, മഴ കാണത്തില്ല, വലിയ തിരമാലകത്തിന്റെ പടകിനെ ആഞ്ഞു വീശിയേക്കാം. പക്ഷേ ഇന്ന് രാത്രി വാഗ്ദത്തം ചെയ്തവനിൽ നാം ഉറയ്ക്കണം. എത്ര പേർക്ക് ഉറയ്ക്കാൻ കഴിയും? മരണത്തിന്റെ ഭീതി ഉയർന്നു വരുമ്പോൾ, രോഗത്തിന്റെ ലക്ഷണം ശരീരത്തിൽ കാണിക്കുമ്പോൾ അതിലല്ല നീ ഉറയ്ക്കേണ്ടുന്നത്. മനുഷ്യൻ പറഞ്ഞ വാക്കിലല്ല ഉറയ്ക്കേണ്ടുന്നത്. തലമുറയെ കുറിച്ചും നമ്മളെ കുറിച്ചും നമ്മുടെ ഭാവിയെ കുറിച്ചും ഉറപ്പ് തന്ന ദൈവത്തിൽ നാം ഉറയ്ക്കാൻ കഴിയുന്നുവെങ്കിൽ ഇന്ന് രാത്രി ദൈവം അത് നീതിയായി കണക്കിടുന്ന ദൈവമാണ്. അപ്പൊ വിശ്വാസത്താലുള്ള നീതീകരണമാണ് റോമാലേഖനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അതിൽ 4-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം, ഞാൻ ആരെയാ വിശ്വസിച്ചേ? അതിന്റെ 17-ാമത്തെ വാക്യം, മരിച്ചവരെ ജീവിപ്പിക്കുകയും. നിങ്ങളുടെ കയ്യിൽ ബൈബിൾ ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് എടുത്ത് റോമാലേഖനം 4-ാം അധ്യായം 17-ാമത്തെ വാക്യം. എന്താ എഴുതിയിരിക്കുന്നത്? എന്റെ ബൈബിളിൽ മാത്രമല്ല, നിങ്ങളുടെ ബൈബിളിൽ എന്താ എഴുതിയിരിക്കുന്നത്? ഒന്ന് ഉറക്കെ നോക്കിക്കേ. മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളവരെ പോലെ വിളിക്കുകയും ചെയ്യുന്ന ഒരുവനെ സേവിക്കാനാണ് നമ്മൾ ഇറങ്ങിയേക്കുന്നത്. എത്ര പേർക്ക് ആമേൻ പറയാൻ കഴിയും?
മരിച്ചവരെ ജീവിപ്പിക്കാൻ ലോകത്തിലെ ഒരു മരുന്നിനും കഴിഞ്ഞിട്ടില്ല. നമ്മൾ ചന്ദ്രനിലെത്തി, നമ്മുടെ പേടകം അവിടെ എത്തി, നമ്മുടെ രാജ്യത്തിന് പതാക അവിടെ വിരിഞ്ഞു, കാര്യമൊക്കെ ശരിയാ. പക്ഷെ ഇന്ന് രാത്രി മരിച്ചതിനെ അവൻ ജീവനോടെ മടക്കിക്കൊണ്ടുവരാൻ കഴിയുന്ന ഒരു വ്യക്തി പോലും ലോകത്തിലില്ല. പക്ഷെ ഒന്ന് നമുക്ക് ഇന്ന് രാത്രി പറയാൻ കഴിയും, ഞാൻ സേവിക്കുന്ന ദൈവത്തിന്റെ പ്രത്യേകത, എന്നെ വിളിച്ചിറക്കിയവന്റെ പ്രത്യേകത, എന്നോട് വാഗ്ദത്തം ചെയ്തവന്റെ പ്രത്യേകത, ഞാൻ ആരെ അറിഞ്ഞിരിക്കുന്നു? അവൻ മരിച്ചവനെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്താൻ കഴിയുന്ന ഒരു ദൈവം. വായിച്ചാട്ടെ അതിന്റെ ആമസ്തോത്രം 17-ാമത്തെ വാക്യം. മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്യുന്നവരായി താൻ മതി. സ്തോത്രം. എന്താ വചനം നമ്മൾ വായിച്ച സഹോദരി? മരിച്ചവരെ ജീവിപ്പിക്കുന്ന. സ്തോത്രം. എന്താ മരണത്തെ കുറിച്ച് പറയുന്നത്? എന്താ മരണത്തെ കുറിച്ച് വായിക്കാൻ നമുക്ക് മനസ്സിലാക്കുന്നത്? എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടവൻ, അല്ലെ? എല്ലാമേ ഫുൾ സ്റ്റോപ്പ് ഇട്ട് നിർത്തിയ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിൽ ഞാൻ പ്രവചിച്ചു പറയുന്നു, 2024 ഫുൾ സ്റ്റോപ്പ് ഇട്ട ചില നന്മകളെ അവൻ ശത്രുവായവൻ ഫുൾ സ്റ്റോപ്പ് ഇട്ട് ഇനി നീ പ്രാപിക്കത്തില്ല, ഇനി നിനക്ക് യാത്രകൾ ഉണ്ടാകത്തില്ല, ഇനി ശുശ്രൂഷയിൽ നിനക്കൊരു ഉയർച്ച ഉണ്ടാകത്തില്ല, നിനക്കൊരു ഉയർച്ച ഉണ്ടാകത്തില്ലെന്ന്, ഒരു സാധ്യത ഉണ്ടാകത്തില്ലെന്ന് ഫുൾ സ്റ്റോപ്പ് ഇട്ട വിഷയത്തെ ആത്മാവ് പറയുന്നു, അതിനെ ജീവനോടെ മടക്കിക്കൊണ്ടുവരാൻ, നഷ്ടപ്പെട്ടതിനെ ജീവനോട് മടക്കി കൊണ്ടുവരാൻ, മരിച്ചതിനെ ജീവനോട് പേര് വിളിച്ച് പുറത്തു കൊണ്ടുവന്ന കസ്രേത്ത് എന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ദൈവസഭ നോക്കി ആത്മാവിൽ പ്രവചിക്കുന്നു, നഷ്ടപ്പെട്ടു പോയതിനെ, ഫുൾ സ്റ്റോപ്പ് ഇട്ട ചിലതിനെ ആത്മാവ് പുറത്തു കൊണ്ടുവരട്ടെ. 2025 ചിലത് മടങ്ങി വരുന്ന വർഷമായി മാറട്ടെ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ എത്ര പേരാമൻ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്? ഒരു പ്രസംഗം കേട്ട് പോകാനല്ല, അവൻ ആരാണ് പ്രസംഗിക്കുന്നത് കേട്ടിട്ട് പോകാനല്ല, ആരൊക്കെ വന്നിട്ടുണ്ടെന്ന് നോക്കാനല്ല. ഇന്ന് രാത്രി അഭിഷേകം പ്രാപിച്ചവർ അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങിക്ക്. ശത്രുവായവൻ അപഹരിച്ചു കൊണ്ടുപോയ നൈൻ എന്ന പട്ടണത്തിലെ വിധവയുടെ മകനെ അവൻ മഞ്ചം തൊട്ട് സൗഖ്യമാക്കി മടക്കി കൊടുത്തവൻ, മരിച്ചു 4 ദിവസമായി നാറ്റം വെച്ചതിനെ ജീവനോടെ സൗഖ്യത്തോടെ സഹോദരിക്ക് മടക്കി കൊടുത്തവൻ ഇന്ന് രാത്രി ആത്മാവ് പറയുന്നു, മരിച്ചതിനെ അവൻ തിരിച്ചു കൊണ്ടുവരാൻ കഴിയുന്ന ആ ദൈവത്തിൽ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ഒരു കാലത്ത് പലരെയും വിശ്വസിച്ച് നടന്നതാ നമ്മൾ. അവൻ വിശ്വസ്തന്മാരെന്ന് പറഞ്ഞവരെ വിശ്വസിച്ച് നടന്നതാ നമ്മൾ. അവൻ പലരുടെ മുമ്പിൽ മുട്ടുകുത്തിയവരാ നമ്മൾ. എന്നാൽ ഇന്ന് രാത്രി ഒന്നെനിക്കറിയാം, അവർക്കാർക്കും വിശുദ്ധന്മാരെന്ന് പറഞ്ഞ് വാഴ്ത്തപ്പെട്ടവർക്കൊന്നും മരിച്ചതിനെ ജീവനോടെ മടക്കി തരാൻ കഴിയത്തില്ല. പക്ഷെ ഒന്നെനിക്കറിയാം, മരിച്ചു 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് റോമൻ ഗവൺമെന്റിന്റെ ഇമ്പീരിയൽ മുദ്രയെ തകർത്ത് കല്ലറയെ ഭേദിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും പിതാവിന്റെ വലത്തു ഭാഗത്ത് എനിക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്യുന്ന അവനെ ഞാൻ ഉറച്ചു വിശ്വസിച്ചിട്ട് പറഞ്ഞിരിക്കുന്നു, അവൻ എന്നോട് പറഞ്ഞ വാഗ്ദത്തത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് രാത്രി എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ളവരെ, ആ ദൈവത്തിൽ ഒന്ന് വിശ്വസിക്കാമോ? പഴയ ഡയറിയൊക്കെ ഒന്ന് പൊടി തട്ടി എടുക്കാമോ? ആ ദൂത് എഴുതി വെച്ചിട്ട്, ദൈവദാസന്മാർ പറഞ്ഞ ദൂത് എഴുതി വെച്ചിട്ട് റെഡിങ് കൊണ്ട് വരച്ചു വെച്ച ഡേറ്റ് എഴുതി വെച്ച ചില ദൂതുകളില്ലേ, ഡേറ്റ് തെറ്റിപ്പോയി ബ്രദറെ എന്ന് പറഞ്ഞ ആ ഡയറി കൃത്യ മാറ്റി വെച്ചില്ലേ? ഇന്ന് രാത്രി ആത്മാവ് പറയുന്നു, അതിലേക്ക് മടങ്ങി വന്നൊന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങുക. നിന്നോട് ദൂത് പറഞ്ഞത് ഒന്നും തെറ്റിപ്പോയിട്ടില്ല. 25-ൽ നീ ഉറച്ചു വിശ്വസിക്കുക, എന്റെ തമ്പുരാൻ സകലത്തിനെ മടക്കി തരാൻ താല്പര്യപ്പെടുന്നു. മരിച്ചതിനെ ജീവിപ്പിക്കുന്നവൻ. സ്തോത്രം. മരിച്ചതിനെ, നമ്മുടെ വാഗ്ദത്തങ്ങൾ മരിച്ചു പോയിട്ടുണ്ടോ? നമ്മോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ കാലഹരണപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ടോ? എന്നാൽ ഇന്ന് രാത്രി റോമാലേഖനത്തിൽ വചനം എഴുതിയിരിക്കുന്നു, സ്തോത്രം, മരിച്ചവരെ ജീവിപ്പിക്കുന്നു. ഇന്ന് രാത്രി പ്രിയമുള്ള എത്ര പേർക്ക് ആമേൻ പറയാൻ കഴിയും? നെഞ്ചത്ത് കൈവച്ച ധൈര്യത്തോട് പറ, എന്നോട് പറഞ്ഞ വാഗ്ദത്തങ്ങളെ ജീവനോടെ മടക്കി തരാൻ, എന്നോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾക്ക് ജീവൻ കൊടുക്കാൻ കഴിയുന്ന ഒരു ദൈവം. ആമസ്തോത്രം. ഏതെങ്കിലും വ്യക്തികൾ മുഖാന്തരം തടയപ്പെട്ടു പോയെന്നാണോ എന്ന് വിശ്വസിക്കുന്നത്? എന്നാൽ ഇന്ന് രാത്രി ആത്മാവ് പറയുന്നു, ചില ഫയലുകൾക്ക് ജീവൻ വെപ്പിക്കാൻ, ചില പേപ്പറുകൾക്ക് ജീവൻ വെപ്പിക്കാൻ, ചില ഉദര സംബന്ധമായി തലമുറയ്ക്ക് വേണ്ടി ഭാരപ്പെടുന്നവരോട് പറയാ, നിന്റെ ഉദരത്തിൽ ഒരു ജീവൻ കൽപ്പിക്കാൻ ഇന്ന് രാത്രി ആത്മാവ് ഒരുക്കത്തോടെ നിൽക്കുന്നു. അവൻ മരിച്ചതിനെ ജീവൻ വെപ്പിക്കുന്ന ഒരു കർത്താവ്. ഹല്ലേലൂയ.
അപ്പൊ 2025 എന്റെ പ്രിയമുള്ളവരെ, നിങ്ങൾ എങ്ങനെയാ നടക്കാൻ പോകുന്നേ? ജീവൻ വെച്ച്, അല്ലെ? 25 തുടങ്ങിയിട്ട് സാറ് പറഞ്ഞു ശരിയാ, പലരെയും മുഖത്തൊരു തെളിച്ചോ ഇല്ല. എന്റെ കർത്താവെ, അബദ്ധത്തിൽ വന്ന് പെട്ടുപോയതാണോ 25 എന്നുള്ള ചിന്തയില്ല പലർക്കും. പ്രത്യേകിച്ച് ഈ ദിവസങ്ങൾ വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ ഇൻസ്റ്റഗ്രാമിലൊക്കെ പുതിയൊരു വൈറസ് വരുന്നുണ്ടെന്ന് കേട്ടപ്പോഴത്തേക്കും നമ്മുടെ മുഖമൊക്കെ എന്ത് ചെയ്തു? വാടി, അല്ലെ? എന്റെ കർത്താവെ, ഇനി വീണ്ടും ഒരു ലോക്ക്ഡൌൺ വന്നാൽ എന്തായി തീരും? ഇതൊക്കെ നമ്മളിങ്ങനെ വ്യാകുലപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിലാക്കിക്കോണം, പ്രതികൂലത്തിന് നടുവിലാ ദൈവം തന്നെ ജനത്തെ പോഷിപ്പിച്ചിട്ടുള്ളത്. സ്തോത്രം. എന്റെ പ്രിയമുള്ളവരെ, ഞാൻ ഒരു സത്യം നിങ്ങളോട് പറയാം. ഇത് പബ്ലിക് മീറ്റിംഗിലൂടാണല്ലോ, ഓൺലൈനിലൂടാണല്ലോ ഞാൻ പറയാം. പക്ഷെ കഴിഞ്ഞ ലോക്ക്ഡൌൺ നമ്മുടെ കേരളത്തിൽ പ്രഖ്യാപിച്ചില്ലേ? നമ്മുടെ സർക്കാർ പ്രഖ്യാപിച്ചില്ലേ? ലോക്ക്ഡൌൺ സകലതും അടച്ചു, ഒരു വഴിയുമില്ലാതിരുന്നു. ആ സമയത്താണ് എന്റെ വീട്ടിൽ ദൈവം മൃഷ്ടാന്ന ഭോജനം തന്ന് ഞങ്ങളെ മാനിച്ചത്. സ്തോത്രം. ആമേൻ. എല്ലാവരും ഞെരുക്കത്തിന് നാളുകളിൽ ഞങ്ങൾക്ക് പലരെ പോഷിപ്പിക്കാൻ ദൈവം വഴികൾ ഒരുക്കി തന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ്, പ്രതികൂലത്തിന് നടുവിൽ നിരാശപ്പെടരുത്, ദൈവം നമ്മളെ മാനിക്കുന്ന ദൈവമാണ്. അപ്പൊ നമ്മൾ 17ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചത് എന്താണ്? മരിച്ചവരെ ജീവിപ്പിക്കുന്നു, അല്ലെ? ഇന്ന് രാത്രി വിശ്വാസമുണ്ടോ? ആമേൻ. ഒരു ജീവൻ കൽപ്പിക്കാൻ കഴിയുന്ന കർത്താവ് എന്നോട് കൂടെ ഉണ്ടെന്ന് നിങ്ങൾ ഇരിക്കുന്ന മുറിക്കകത്ത്, നിങ്ങളുടെ വീട്ടിനകത്ത്, നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത്, നിങ്ങളുടെ തലമുറ ഇരിക്കുന്നിടത്ത്, നിങ്ങളുടെ ബന്ധുപത്രാദികൾ ഇരിക്കുന്നിടത്തല്ല, നിങ്ങളുടെ പ്രാർത്ഥന വിഷയം എവിടെയാണോ അവിടെ എന്തു വ്യാപരിക്കുന്നു? മരിച്ചതിനെ ജീവൻ വെപ്പിക്കുന്ന ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി. ഞാൻ ഇന്ന് രാത്രി നിങ്ങളുടെയൊക്കെ വീട്ടിനകത്തൊരു മരണപ്പോര് കാണുന്നു എന്ന് പറയാനല്ല നിൽക്കുന്നത്, കേട്ടോ. രക്ഷിക്കപ്പെട്ട ദൈവസഭയിൽ ഞാൻ പറയാം, ഒരനർത്ഥവും നിനക്ക് ഭവിക്കത്തില്ല, ഒരു ബാധ നിന്റെ കൂടാരത്തിന് അടുക്കത്തില്ല. നിന്റെ വീട്ടിനകത്ത് മരണപ്പോരല്ല, പിന്നെയോ ജീവൻ വെപ്പിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം വ്യാപരിക്കും. സ്തോത്രം. മരിച്ചവരെ ജീവിപ്പിക്കുകയും, അടുത്ത വാക്ക്, ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്യുന്നവനായി. വാക്ക് ശ്രദ്ധിച്ചോ? ഉള്ളതിനെ വിളിച്ചു വരുത്താൻ പോലും പലർക്കും പറ്റുന്നില്ല ഒരു പ്രാർത്ഥനയ്ക്ക്. എടാ, ഒന്ന് വാടാന്ന് പറഞ്ഞാൽ അവൻ വരികയല്ല. സ്തോത്രം. ഒരുത്തിന് നെറ്റും റീചാർജ് ചെയ്ത് കൊടുത്തൊരു മീറ്റിങ്ങിന് കയറ്റി. അവൻ അവിടെ ചെയ്തത് ആദ്യത്തെ 2 മിനിറ്റ് മീറ്റിങ്ങിൽ കയറിയിട്ട് ബാക്കി ആ നെറ്റ് കൊണ്ട് അവൻ സിനിമ ഡൗൺലോഡ് ചെയ്തു. അപ്പൊ ഇങ്ങനത്തെ കള്ളന്മാരുള്ള ലോകമായി ഇത്. സ്തോത്രം. എന്തൊക്കെ ചെയ്തു കൊടുത്താലും ദൈവസന്നിധിയിലേക്ക് വരത്തില്ല, എത്ര വിളിച്ചാലും വരികയില്ല. പക്ഷെ ഒന്നെനിക്കറിയാം, തമ്പുരാൻ ചിലതിനെതിനകത്ത് വിളിച്ചു കയറ്റും. കേട്ടോ ഷാജി സാറേ, നമ്മുടെ വരുന്ന മീറ്റിങ്ങുകളിൽ പിടിവിട്ട് നടക്കുന്ന, മുങ്ങി നടക്കുന്ന പലതിനെ തമ്പുരാൻ കൊളുത്തിട്ട് പിടിച്ചതിനകത്ത് കൊണ്ടുവരുമെന്ന് പരിശുദ്ധാത്മാവ് ദൂത് പറയുക. അടിച്ചിട്ട് വരാത്തത്, വിളിച്ചിട്ട് വരാത്തതിനെ കൊളുത്തിട്ട് പിടിച്ചതിനകത്ത് കൊണ്ടുവരും. ആമൻ. ഏഴം മല വനങ്ങാൻ പറ്റാതെ ഇതിനകത്തിരുന്ന് സ്വത്രം പറയുന്ന മണിക്കൂറുകളുണ്ടെന്ന് ഇതിനകത്ത് ആത്മ പറയും. അപ്പോ ഇവിടെ വചനം എഴുതിയിരിക്കുന്നത്, ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്താൻ കഴിയുന്ന ഒരു ദൈവം. എന്റെ ദൈവത്തിന്റെ പ്രത്യേകത എത്ര വലുതല്ലേ? നമ്മുടെ ദൈവത്തിന്റെ ശ്രേഷ്ഠത കണ്ടോ? മരിച്ചതിനെ ജീവൻ വെപ്പിക്കുക മാത്രമല്ല, ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്താൻ കഴിയുന്ന ഒരു ദൈവം. അപ്പൊ ഇന്ന് രാത്രി ഇല്ലാത്ത പൊസിഷനുകളെ, ഇല്ലാത്ത അധികാര കസേരകളെ നിനക്ക് വേണ്ടി വിളിച്ചു വരുത്താൻ കഴിയുന്ന ഒരു ദൈവം നമ്മുടെ മധ്യത്തിലുണ്ട്. ഇതൊക്കെ പറഞ്ഞിട്ട് മുൻപോട്ട് പോകുമ്പോ 18ാമത്തെ വാക്യം നോക്കിക്കേ. 17ാമത്തെ വാക്യം നമ്മൾ വായിച്ച, മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്യുന്നവനായി താൻ വിശ്വസിച്ച ദൈവത്തിന്റെ ദൃഷ്ടി അവൻ നമുക്ക് എല്ലാവർക്കും പിതാവാകേണ്ടതിന് തന്നെ ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കി വെച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഒരു കാര്യം ഞാൻ പറയാം, ഒരു തലമുറ ഉണ്ടാകുന്നതിന്റെ ഒരു ലക്ഷണവും ഇല്ലാതിരിക്കുമ്പോഴാണ് അബ്രഹാമിനോട് ദൈവം പറഞ്ഞത്, ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കി വെച്ചിരിക്കുന്നു. അവന്റെ ഭാര്യയുടെ ശരീരത്തിന് നിർജീവത്വം മനസ്സിലാക്കി, അബ്രഹാമിന്റെ ശരീരത്തിന് ബലഹീനത തിരിച്ചറിഞ്ഞ്, യാതൊരു വിധമാകുന്ന ലക്ഷണവും ഇല്ലാതിരിക്കുമ്പോൾ ദൈവം കൊടുത്ത പേരെന്താണെന്നറിയാമോ? നീ ബഹുജാതികൾക്ക് പിതാവാകും. ഇതിനകത്ത് പ്രിയമുള്ളവരെ, കടം കയറി മുടിഞ്ഞ് ആകെ അവന് എല്ലാ വഴിയിലും അടഞ്ഞിരിക്കുമ്പോ ദൈവം നമുക്ക് തരുന്ന ദൂതെന്തെന്നറിയാമോ? ഞാൻ നിന്റെ ദേശത്തിന്റെ ഉന്നതങ്ങളിൽ ഓടിക്കും, ഞാൻ നിന്നെ വാലല്ല തലയാക്കും, ഞാൻ നിന്നെ അനുഗ്രഹിക്കുമെന്ന് ദൂത് പറയുമ്പോ പലപ്പോഴും ഇന്നത്തെ സാഹചര്യത്തെ നോക്കി നമുക്ക് ആമയം പറയാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഇന്ന് രാത്രി വിശ്വാസത്തോടെ ആമയം പറയാൻ കഴിയുന്നെങ്കിൽ അബ്രഹാമിന്റെ ദൈവത്തിന്റെ കരുതൽ നമുക്ക് അനുഭവിക്കാൻ കഴിയും. സ്തോത്രം.
എന്റെ പ്രിയമുള്ളവരെ, പണ്ട് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോ അദ്ദേഹം ഓഫർ ചെയ്ത 1 രൂപയുടെ റേഷനരി വാങ്ങാൻ വഴിയില്ലാതെ ഞെരുങ്ങിയിരുന്ന ഒരു കാലഘട്ടം, ഒരു വീടില്ലാതെ ഒരു ചെറിയ ഷെഡിൽ ഒതുങ്ങിക്കൂടിയ കാലഘട്ടം, വേദപഠനത്തിന്റെ ക്ലാസ്സുകളൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് അടുത്തത് എങ്ങനെ പഠിക്കുമെന്ന് ഓർത്ത് വ്യാകുലപ്പെട്ടിരിക്കുന്ന കാലഘട്ടത്തിൽ എന്റെ ചെറിയ ഷെഡിലേക്ക് ഒരു ദൈവദാസൻ വന്നിട്ടൊരു ദൂത് പറഞ്ഞു, ഞാൻ നിന്നെ വിദേശത്ത് അയച്ച് പഠിപ്പിക്കുമെന്ന്. സ്തോത്രം. അനുകൂലമായി യാതൊരു സാഹചര്യവും കണ്ടില്ല. പക്ഷേ ദൂതിന് എന്റെ അമ്മ ആമേൻ പറഞ്ഞു. ഞാൻ ചിന്തിച്ചത് എങ്ങനെ നടക്കുമെന്ന. പക്ഷെ എന്റെ അമ്മ വിശ്വാസത്തിൽ ആമേൻ പറഞ്ഞതുകൊണ്ട് അത് ദൈവം നീതിയായി കണക്കിട്ടു. പറഞ്ഞ വർഷത്തിൽ തന്നെ പഠനത്തിനായി തമ്പുരാനെ അയച്ചു. അതുകൊണ്ട് അനുഭവത്തിൽ നിന്ന് വിളിച്ചു പറയാം, ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്താൻ കഴിയുന്ന ദൈവം ഇന്ന് രാത്രി നമ്മളോട് പറയുന്നു, വിശ്വാസികളുടെ ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കി വെക്കുമെന്ന് തലമുറ ഇല്ലാതിരിക്കുമ്പോൾ തന്നെ അബ്രഹാമിനോട് ദൈവം ദൂത് കൊടുക്കുമ്പോൾ, സാറ മാറിയിരുന്ന് ചിരിക്കുമ്പോൾ അബ്രഹാം ആ ദൂത് ഏറ്റെടുത്ത് ആമേൻ പറഞ്ഞതുകൊണ്ട് അവനെ തമ്മിൽ മാനിപ്പാനിടയായി. ഇന്ന് രാത്രി കേട്ട ദൂത് കേട്ട് ചിരിക്കാതെ, പ്രസംഗത്തിന് മാർക്കിടാതെ, ആരൊക്കെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് എണ്ണമെടുക്കാതെ ലഭിക്കുന്ന ദൂതിന് ആമേൻ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ കഴിയുന്നെങ്കിൽ ആത്മാവ് പറയുന്നു, ആ ദൂതിന് ദൈവം നിനക്ക് നീതിയായി കണക്കിടും. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞാട്ടെ. ഇന്ന് രാത്രി സ്തോത്രം പറഞ്ഞ് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, എന്നോട് പറഞ്ഞ ദൂതുകൾക്ക് ഞാൻ ആമേൻ പറയുന്നു. യാതൊരു സാധ്യതയും ഇല്ലാതിരിക്കെ, യാതൊരു വിധമാകുന്ന അനുകൂലമായി ഒരു വഴിയും കാണാതിരിക്കെ എന്നോട് ദൈവാത്മാവേ ഇന്നലകളിൽ നീ തന്ന ദൂതിനായി ഞാൻ ആമേൻ പറയുന്നു എന്ന് പ്രാർത്ഥിക്കണം. ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കി വെച്ചു. ഇനി അതിന്റെ 18ാമത്തെ വാക്യം, നിന്റെ സന്തതി ഇവണ്ണമാകുമെന്ന് അരുളി ചെയ്തിരിക്കുന്ന പോലെ താൻ ബഹുജാതികൾക്ക് പിന്നെ അവൻ ആശയ്ക്ക് വിരോധമായി ആശയോടെ എന്ത് ചെയ്തു? വിശ്വസിച്ചു. എബ്രായ ലേഖനം 11-ാം അധ്യായം 1-ാമത്തെ വാക്യം കാണാതറിയാം. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നു. അബ്രഹാം എന്താ വിശ്വസിച്ച്? ഈ കുറച്ചു നാളും കൂടെ ജീവിക്കും, ഞാൻ അടിച്ചു പോകും, എന്റെ ഓഹരികളും എന്റെ നന്മകളെല്ലാം എന്റെ ദാസന്മാർ കൊണ്ടുപോകും, എലിയാസർ കൊണ്ടുപോകും. ഇങ്ങനെയാണോ അബ്രഹാം വിശ്വസിച്ചേ? അല്ല. ബിംബങ്ങളുടെ ഇടയിൽ നിന്ന്, ജാതികളുടെ ഇടയിൽ നിന്ന് യഹോവയുടെ ശബ്ദം കേട്ട് ഇറങ്ങി പുറപ്പെടുമ്പോൾ അവൻ ഒന്നറിയാം, അവനോട് വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനെന്ന് അവന് നല്ലവണ്ണം മനസ്സിലായി. അവൻ അത് ഏറ്റെടുത്തു. അതുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത്, ആശയ്ക്ക് വിരോധമായി ആശയോടെ അവൻ വിശ്വസിച്ചു. സ്വന്തം അവൻ നോക്കിക്ക്, എന്തിനൊക്കെയോ വിരോധമായി അവൻ ആശയോടെ വിശ്വസിച്ചു. ഒരിക്കലും ദൈവദാസൻ പ്രസംഗിച്ചു പറഞ്ഞിരിക്കുന്നു, തന്റെ ശരീരത്തിന്റെ ബലഹീനതയ്ക്കെതിരെ അവൻ വിശ്വാസമെന്ന ആയുധമെടുക്കാൻ തുടങ്ങി. തന്റെ ശരീരത്തിന്റെ ക്ഷീണത്തിനെതിരെ, ഇന്ന് രാത്രി പ്രിയമുള്ളവരെ, കടഭാരത്തിനെതിരെ, നിന്നെ അലട്ടുന്ന പ്രതിസന്ധിക്കെതിരെ, പ്രാർത്ഥനയെ തടയുന്ന ദുഷ്ടപ്പോരിനെതിരെ ഇന്ന് രാത്രി വിശ്വാസമെന്ന പരിചയം എടുത്തുകൊണ്ട് ഒന്ന് എഴുന്നേൽക്കാൻ കഴിയുന്നെങ്കിൽ ഈ രാത്രി വിളിച്ചു പറയാം, യഹോവ നിന്നെ മാനിക്കുന്ന ദിവസങ്ങൾ കടന്നു വരികയാണ്. സ്തോത്രം. അടുത്ത വാക്ക്, അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകയാൽ തന്റെ ശരീരം നിർജീവമായി പോയതും സാറയുടെ ഗർഭപാത്രത്തിന് നിർജീവത്വം ഗ്രഹിച്ചിട്ടും, അടുത്തത്, വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. സ്തോത്രം. എന്താ നമ്മൾ വായിച്ചത്? അവൻ ചിലത് ഗ്രഹിച്ചു, തിരിച്ചറിഞ്ഞു. ഇതിനകത്ത് അവിടെ നിന്ന് ഒരു ദൂത് നിങ്ങളോട് പറയാനുണ്ട്. സ്തോത്രം. അവൻ ശരീരത്തിൽ ചിലത് ഗ്രഹിച്ചിട്ടും മനസ്സിലാക്കിയിട്ടും ദൈവം കൊടുത്ത വാഗ്ദത്തത്തിൽ അവൻ മുറുകെ പിടിച്ചു. ചില ഡേറ്റുകൾ കഴിഞ്ഞു എന്ന് നമ്മൾ ഗ്രഹിച്ചിട്ടും സ്തോത്രം വിശ്വാസത്താൽ ഒന്ന് മുറുകെ പിടിക്കുന്നെങ്കിൽ ആത്മാവ് പറയുന്നു, അബ്രഹാമിന് വേണ്ടി പ്രവർത്തിച്ച ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ വിശ്വസ്തനാണ്. നമ്മൾ ചിലത് ഗ്രഹിച്ചിട്ടുണ്ട്. രാവിലെ ഷുഗർ എത്ര ഉണ്ടായിരുന്നു? ഫാസ്റ്റിങ്ങില് ഈ കണക്ക് പോയ ഡോക്ടർ എന്ത് പറഞ്ഞു? 1 മാസം കൊണ്ട് കഴിയുമ്പോൾ നിന്റെ ഒരു കിഡ്നി എന്തുണ്ട്? പോക്കാം. ഡയാലിസിസ് തുടങ്ങേണ്ടി വരും. ആഹാര നിയന്ത്രണമൊക്കെ വേണം. കയ്യോ കാലോ എന്ത് ചെയ്യരുത്? മുറിയരുത്. ഇതൊക്കെ ഗ്രഹിച്ചിട്ടല്ലേ നമ്മൾ ഇരിക്കുന്നത്. ആ ഗ്രഹിച്ച് ശരീരത്തിന്റെ നിർജീവത്വം, ബലഹീനത തിരിച്ചറിഞ്ഞിട്ട് ദൈവം എന്നെ മാനിക്കുമെന്നുള്ള ദൂതിന് നിനക്ക് ആമേൻ പറയാൻ കഴിയുന്നെങ്കിൽ ജഡത്തിന്റെ ബലഹീനതയ്ക്കപ്പുറം
എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. ഇന്ന് രാത്രി ഈ ഉപവാസ പ്രാർത്ഥന അവസാനത്തെ രാത്രി ആത്മാവിൽ എത്ര പേർക്ക് പ്രാർത്ഥിക്കാൻ കഴിയും? എന്റെ ശരീരത്തിൽ ഞാൻ അനുഭവിക്കുന്ന എന്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ഒരു ദൈവത്തിന്റെ അത്യന്ത ശക്തി ഇന്ന് രാത്രി വ്യാപരിക്കുന്നുണ്ട്. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്ന് രാത്രി നമ്മുടെ ഭവനങ്ങളിൽ തിരിച്ചറിയേണ്ടതിന് ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുകയാണ്. യേശുവിന് അധികാരമുള്ള നാമത്തിൽ ഞാൻ ഒന്ന് ഗ്രഹിക്കുന്നു, എന്നോട് വാഗ്ദത്തം ചെയ്തവൻ എനിക്ക് വേണ്ടി അത് പ്രവർത്തിക്കുമെന്ന് ഞാൻ തിരിച്ചറിയുന്നു, ഞാൻ ഗ്രഹിക്കുന്നു. ഇതിനകത്ത് അബ്രഹാം ഒരു കാര്യം ഗ്രഹിച്ചു. എന്താണ്? എന്റെ ശരീരം ബലഹീനമാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു. ചിലരുണ്ട്, അവർ ബലഹീനത അവർ ഒരിക്കലും തിരിച്ചറിയത്തില്ല. അവരെന്തൊക്കെയാണെന്ന് പറഞ്ഞ് ഇങ്ങനെ അങ്ങ് നടക്കും. നമ്മുടെയൊക്കെ വയലുകളിൽ ചില തവളകളില്ലേ, എന്തൊക്കെയാണ്. നമ്മളിങ്ങനെ രാത്രി വയലിൽ നടന്നു പോകുമ്പോ ടോർച്ചിന്റെ വെട്ടത്തിലേക്ക് ഇവനിങ്ങനെ വീർത്ത് കാണിക്കും, ഞാനാണ് ഈ വയലിന്റെ ഉടമസ്ഥൻ എന്ന രീതിയിൽ ഇങ്ങനെ വീർത്ത്. ചിലരങ്ങനെ സഹോദര അവരുടെ ബലഹീന അവരുടെ ശരീരം ഒന്നും അവര് അംഗീകരിക്കത്തില്ല. സഹോദര അവരിങ്ങനെ എന്തൊക്കെയോ ആണെന്നുള്ള ഭാവത്തിൽ ഇങ്ങനെ മുൻപോട്ട് പോകുമ്പോ അബ്രഹാം പറയാണ്, എന്റെ പൊന്നു മക്കളെ, ഞങ്ങളുടെ ശരീരം ബലഹീനമാണെന്ന് ഞങ്ങൾ ഗ്രഹിച്ചെന്ന്. ഞങ്ങൾക്ക് പഴയതുപോലെ നടക്കാൻ കഴിയത്തില്ലെന്ന് ഞങ്ങൾ ഗ്രഹിച്ചു. പഴയതുപോലെ കൈകാലൊന്നും വളയുന്നില്ലെന്ന് ഞങ്ങൾ ഗ്രഹിച്ചു. എന്റെ സ്വന്തം ശരീരത്തിന്റെ ഞരമ്പുകളുടെ പവറൊക്കെ കുറഞ്ഞെന്ന് ഞങ്ങൾ ഗ്രഹിച്ചു. സാറ പറയാണ്, എന്റെ പൊന്നു സഹോദര, എന്റെ ഉദരത്തിന്റെ ബലമൊക്കെ ക്ഷയിച്ചെന്ന് ഞാൻ ഗ്രഹിച്ചു. എന്റെ ഗർഭപാത്രത്തിന്റെ ആ ജീവനൊക്കെ നശിച്ചെന്ന് ഞാൻ ഗ്രഹിച്ചു. എനിക്ക് മറ്റുള്ള സഹോദരിമാരെ പോലെ സന്തോഷമൊന്നും ഉണ്ടാകത്തില്ലെന്ന് ഞാൻ ഗ്രഹിച്ചു. പക്ഷേ ഇത് ഞങ്ങൾ ശരീരത്തിൽ അനുഭവിക്കുന്ന ഗ്രഹിക്കുന്നെങ്കിലും മനസ്സിലാക്കുന്നെങ്കിലും ദൈവം എന്ന വാഗ്ദത്തത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. സ്തോത്രം. മനസ്സിലായോ? ദൂത് മനസ്സിലായോ? ഞങ്ങൾ ശരീരത്തിൽ അത് അനുഭവിക്കുന്നുണ്ട് ബ്രദറെ. മേശയ്ക്കകത്ത് ജപ്തി നോട്ടീസ് ഇരിക്കുന്നത് ഞങ്ങൾ ഗ്രഹിക്കുന്നു. ബാങ്കുകാർ 60 ദിവസത്തെ അവധിയാണ് പറഞ്ഞിരിക്കുന്നതെന്ന് ഞങ്ങൾ ഗ്രഹിക്കുന്നു. എന്റെ തലമുറയെ ബാധിക്കുന്ന വിഷയം ഇന്നതാണെന്ന് ഞങ്ങൾ ഗ്രഹിക്കുന്നു. പക്ഷേ അവൻ ഞങ്ങളോട് തന്ന ദൂതിൽ ഞങ്ങൾ ഉറയ്ക്കുന്നു എന്ന് നിനക്ക് പറയാൻ കഴിയുന്നെങ്കിൽ ആ ഉറപ്പിനെ അത്രേ ദൈവം വിശ്വാസിയായി കണക്കിടുന്നത്. അനുകൂലമായ സാഹചര്യത്തിൽ ദൈവത്തെ ആരാധിക്കുന്നവരെ അല്ല ദൈവത്തിന് പ്രിയം. പ്രതികൂലത്തിന്റെ നിറവിൽ അനുകൂലമായ ഒന്നുമില്ലെങ്കിലും ധൈര്യത്തോടെ ആത്മാവിൽ ആരാധിക്കുന്നവരെയാ ദൈവത്തിന് പ്രിയമായിട്ടുള്ളത്. ഇന്ന് രാത്രി പ്രിയമുള്ളവരെ, എല്ലാം ഉണ്ടായിട്ട് ദൈവത്തെ ആരാധിക്കുന്നവരല്ല, എല്ലാം നഷ്ടപ്പെട്ടു നിൽക്കുമ്പോഴും ആത്മാവിൽ ആരാധിക്കുന്നവരാരാണോ അവരെ അത്ര ദൈവം അനുഗ്രഹിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം അബ്രഹാമും സാറയും ഗ്രഹിച്ചു. എന്താണ്? കേട്ട ദൂതിന് വിപരീതമാണ് ഞങ്ങളുടെ അവസ്ഥ. അതങ്ങനെയാണല്ലോ. സ്തോത്രം. പലപ്പോഴും നമ്മൾ കേൾക്കുന്ന ദൂതുകൾക്ക് വിപരീതമായിരിക്കും നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ. ഇവിടെ ഒരു കാര്യം അവർ ഗ്രഹിച്ചു, ഞങ്ങളുടെ നിർജീവത്വം ഞങ്ങൾ എന്ത് ചെയ്തു? ഗ്രഹിച്ചു. ഞങ്ങൾ തിരിച്ചറിഞ്ഞു ഇന്നതാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞു. അടുത്ത വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ, ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ, ഞങ്ങളുടെ ശരീരത്തിന് നിർജീവത്വം ഞങ്ങൾ ഗ്രഹിച്ചിട്ടും ഞങ്ങൾ എന്തിൽ ക്ഷീണിച്ചില്ല? വിശ്വാസത്തിൽ. ഇത് രാത്രി പ്രിയമുള്ളവരെ, തന്നെത്താനൊന്ന് ശോധന ചെയ്ത് ഇറങ്ങി തിരിച്ച നാളിലെ വിശ്വാസം നമുക്കുണ്ടോ എന്ന് ഒന്ന് ശോധന ചെയ്ത്. സ്വന്തം ചിലർ പറയും, പാസ്റ്റർ അന്നത്തേക്കാൾ ഇച്ചിരി കൂടുതലാ. പക്ഷെ ഇന്ന് രാത്രി പലപ്പോഴും വിശ്വാസം ചോർന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ, വിശ്വാസം കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ ഉപവാസ പ്രാർത്ഥനയുടെ അവസാനത്തെ മണിക്കൂറിൽ പറയാ, നിങ്ങൾ വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോകരുത്. കോവിഡിന്റെ പുതിയ പേര് കേൾക്കുമ്പോൾ വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോകരുത്. അടുത്ത തടസ്സങ്ങൾ മുൻപിൽ ഉയരുമ്പോൾ വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോകരുത്. വീട്ടിനകത്ത് എതിർപ്പുകൾ ഉണ്ടാകുമ്പോ വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോകരുത്. വാഗ്ദത്തത്തിന് എതിരായി ചെവിയിൽ ചില വാർത്തകൾ മുഴങ്ങുമ്പോ വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോകരുത്. എന്താ വിശ്വസിക്കേണ്ടുന്നത്? മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്താൻ കഴിയുന്ന ദൈവത്തിൽ ഉറപ്പുള്ളവരും വിശ്വാസമുള്ളവരുമായ ഇന്ന് രാത്രി ദൈവം അത് നീതിയായി കണക്കിടുന്ന ദൈവമാണ്. വിശ്വസിക്കുന്നവർ കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. അപ്പൊ ഇത് പറഞ്ഞിട്ട് പറയുകയാണ്, ദൈവത്തിന്റെ വാഗ്ദത്തത്തിങ്കൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു.
നമുക്ക് സംശയമുണ്ടോ? അപ്പുറത്തിരിക്കുന്നവരെ നോക്കണ്ട. നമുക്ക് സംശയമുണ്ടോ? ബ്രദറെ, എന്റെ ശരീരത്തിൽ അവിടെ ഇവിടെയൊക്കെ ചില ലക്ഷണങ്ങളൊക്കെ കാണുന്നുണ്ട്, എനിക്ക് ചെറിയ സംശയം ഉണ്ട് അല്ലേ? സ്തോത്രം. ചില തടസ്സങ്ങളൊക്കെ കാണുന്നുണ്ട് ബ്രദറെ, നടക്കുമെന്നൊരു സംശയം. ഇന്ന് രാത്രി ദൈവാത്മാവ് എന്നോട് പറഞ്ഞൊരു ദൂത് ഞാൻ പറയാം. ആ അവിശ്വാസത്തിന്റെ വേരിനെ ഇന്ന് രാത്രി പിടിതു കളയണം. അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. ഇന്ന് രാത്രി പ്രിയമുള്ളവരെ, അവിശ്വാസത്താൽ സംശയിക്കാതെ ദൈവത്തിന് മഹത്വം കൊടുക്കാൻ കഴിയുന്നെങ്കിൽ, നിർജീവമായിരിക്കുന്ന ഉദരത്തിൽ കൈവച്ചുകൊണ്ട് സാറ ദൈവത്തിന് മഹത്വം കൊടുത്തു. ബലഹീനമായിരിക്കുന്ന ശരീരത്തിൽ നിന്നുകൊണ്ട് അബ്രഹാം ദൈവത്തിന് മഹത്വം കൊടുത്തു. അതുകൊണ്ട് എന്താ വചനം വെച്ചിരിക്കുന്നത്? അവനത് നീതിയായി കണക്കിടുവാനിടയായി. ഇന്ന് രാത്രി പ്രിയമുള്ളവരെ, നിങ്ങൾ ഇരിക്കുന്നിടത്തിരുന്നു കൊണ്ട് അവൻ നിരാശപ്പെടാതെ ബലഹീനപ്പെട്ടു പോകാതെ ദൈവത്തിന് മഹത്വം കൊടുക്കാൻ കഴിയുന്നെങ്കിൽ, ഈ ഉപവാസ പ്രാർത്ഥന അവസാനത്തെ മണിക്കൂറിൽ ഞാൻ ആത്മാവിൽ പ്രവചിച്ചു പറയാം, 2026 ഫെബ്രുവരി മാസം ആരംഭിക്കുന്നതിന് മുന്നമേ ദൈവചനം നീതിയായി നിനക്ക് വേണ്ടി കണക്കിടാൻ പോകുക. യേശുവിൻ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി ദൈവചനം നീതിയായി കണക്കിടേണ്ടതിന് നമുക്ക് എന്ത് ചെയ്യണം? അവിശ്വാസത്തെ മാറ്റി നിർത്തിയിട്ട് വിശ്വാസത്താൽ ദൈവത്തിന് മഹത്വം കൊടുക്കണം. സ്തോത്രം. അബ്രഹാമിനെ വീട്ടിലിരിക്കുമ്പോ വിളിച്ചിറക്കിയിട്ട് ദൈവം ഒരു ദൂത് കൊടുത്തു. നീ ആകാശത്തിലേക്ക് നോക്ക, ഈ നക്ഷത്രങ്ങൾ നിനക്ക് എണ്ണാൻ കഴിയുന്നുണ്ടോ? ഈ എണ്ണാൻ കഴിയുന്നെങ്കിൽ അതിനപ്പുറമായി ഞാൻ നിനക്ക് തലമുറകളെ തരാമെന്ന് പറയുമ്പോൾ വചനം എഴുതിയിരിക്കുന്നു, അബ്രഹാം ദൈവത്തിന് മഹത്വം കൊടുത്തു. സ്തോത്രം. അനുകൂലമായിട്ട് ഒന്നും കാണുന്നില്ലെങ്കിലും ദൈവത്തിന് മഹത്വം കൊടുക്കുന്നവനായിരുന്നു അബ്രഹാം. ഇന്ന് രാത്രി പ്രിയമുള്ളവരെ, മഹത്വം കൊടുക്കാൻ പറ്റുമോ? കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാൻ പറ്റുമോ? എന്റെ കർത്താവെ, അനുകൂലമായിട്ട് ഒന്നും കാണുന്നില്ലെങ്കിലും വിശ്വാസത്താൽ ഞാൻ കാണുന്നു ശുശ്രൂഷയുടെ സ്റ്റേജുകൾ എനിക്ക് വേണ്ടി തുറന്നു വരുന്നത്, വേദികൾ തുറന്നു വരുന്നത്, അവസരങ്ങൾ തുറന്നു വരുന്നത്, ദൈവത്തിന്റെ ആത്മാവ് എന്നെ മാനിക്കുന്നത് വിശ്വാസത്താൽ ഞാൻ കാണുന്നു എന്ന് പറഞ്ഞ് ദൈവത്തിന് മഹത്വം കൊടുക്കാൻ കഴിയുന്നെങ്കിൽ, പ്രൈസ് ദി ലോർഡ്. എന്റെ പ്രിയമുള്ളവരെ, ഞാൻ ഒരിക്കല് ഒരു ചർച്ചിൽ, വലിയൊരു ചർച്ചാണ്, ആ വേദിയില് ശക്തന്മാരായ ദൈവദാസന്മാർ ശുശ്രൂഷിക്കുന്ന ഒരു വേദി, വലിയ ലോക പ്രശസ്തർ വന്ന് പ്രസംഗിക്കുന്ന ഒരു വേദി. ആ മീറ്റിങ്ങിന് ഒരിക്കൽ എനിക്കും പങ്കെടുക്കുവാനിടയായി. ആ സ്റ്റേജ് കണ്ടിട്ട് ഞാൻ ഒരിക്കലും ഇങ്ങനെ പറഞ്ഞു, കർത്താവെ, ആ സ്റ്റേജിൽ പ്രസംഗിക്കാൻ എനിക്കൊരു അവസരം തരുന്നതിനായി സ്തോത്രം എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചിട്ട് പോന്നു. ഞാൻ ഫേമസ് അല്ല, ഞാൻ ആരും അറിയുന്നവനല്ല, ഇവരെല്ലാം പ്രശസ്തരാണ് അവിടെ വന്നിട്ട് പോകുന്നത്. പക്ഷെ വിശ്വാസത്താൽ പറഞ്ഞ് പ്രാർത്ഥിപ്പാനിടയായി. പ്രാർത്ഥിച്ചതിന്റെ 2ാമത്തെ വർഷം അതേ വേദിയിൽ ദൈവം എന്നെ നിർത്തുവാനിടയായി. അതുകൊണ്ട് അനുഭവത്തിൽ നിന്ന് വിളിച്ചു പറയാം, അനുകൂലമായിട്ട് ഒന്നും കാണുന്നില്ലെങ്കിലും വിശ്വാസത്താൽ നാം ദൈവത്തിന് മഹത്വം കൊടുക്കണം. സ്തോത്രം. അടുത്ത വാക്കാണ് ഇന്ന് രാത്രി നമ്മൾ വായിച്ചത്. അവൻ വാഗ്ദത്തം ചെയ്തത് പ്രവർത്തിപ്പാനും ശക്തനെന്ന് പൂർണ്ണമായി ഉറച്ചു. എങ്ങനെ ഉറച്ചു? നിങ്ങളൊന്ന് പറയണം. ചിലരുടെ മുഖമൊന്നും കാണുന്നില്ലെങ്കിലും നിങ്ങൾ ഇത് കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ചിലരുടെ മുഖം എനിക്ക് കാണാം. സ്വത്രം. ഓമനയാണ്ടി എങ്ങനെ ഉറച്ചു? എങ്ങനെ തങ്കമാൻഡി അവന് ഉറച്ചത്? എങ്ങനെ സെബിൻ ബ്രദറെ, ഗീതു സിസ്റ്ററെ എങ്ങനെ അവന് ഉറച്ചത്? ആണ്ടോ, ആരെല്ലാം ഓഫ് ചെയ്തിട്ട് ഓടുക. സ്വത്രം. ഇന്ന് രാത്രി എങ്ങനെ ഉറച്ചത്? സ്വത്രം. 21ാമത്തെ വാക്യം, വാഗ്ദത്തം ചെയ്തത് പ്രവർത്തിപ്പാൻ ശക്തനെന്ന് അവൻ പൂർണ്ണമായി. എന്താ വചനം എഴുതിയിരിക്കുന്നത്? ആ ഗീതു എന്ന് പറഞ്ഞ പ്രൊഫൈലിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഫാമിലിയോട് ഞാൻ ചോദിക്കട്ടെ, അവരെന്താ ഉറച്ചത്? സ്വത്രം. ഇങ്ങനെ മുടിഞ്ഞു പോകുമെന്നല്ല അവർ ഉറച്ചത്. അവർ ഉറച്ചത് ഒറ്റ കാര്യമാ, എന്നോട് വാഗ്ദത്തം ചെയ്തത് നിവർത്തിപ്പാൻ ദൈവത്തിന് കഴിയുമെന്ന് അവർ പൂർണ്ണമായി ഉറച്ചു. ഭാഗികമായിട്ടുള്ള ഉറപ്പൊന്നും ദൈവത്തിന് വേണ്ട. ദൈവത്തിന് വേണ്ടുന്നത് പൂർണ്ണമായ ഉറപ്പാണ്. പൂർണ്ണമായ ഉറപ്പും പൂർണ്ണമായ വിശ്വാസം. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു ഉദാഹരണം ഞാൻ പറയാം. ദൈവത്തിന്റെ സന്നിധി നമുക്ക് വേണ്ടത് പൂർണ്ണമായ വിശ്വാസമാണ്. സഹോദരം, ഞാൻ പറഞ്ഞിട്ടില്ലേ, ഒരു വനയാത്രികൻ യാത്ര ചെയ്ത വഴിക്ക് ഒരു വലിയ കുഴിയിലേക്ക് വീണത്, താനൊരു കമ്പിൽ പിടിപ്പെട്ട് കിടക്കുമ്പോ താൻ പ്രാർത്ഥിച്ചു,
യേശുവെ എന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥിച്ചത്? യേശു രാത്രി വെളിപ്പെട്ട് അവന്റെ മുമ്പിൽ നിന്നിട്ട് പറഞ്ഞു, ഞാൻ നിന്നെ രക്ഷിക്കുന്നു, നീ വിശ്വസിക്കുന്നുണ്ടോ? അവൻ എന്താ പറഞ്ഞ? വിശ്വസിക്കുന്നു. യേശുവെ നീ എന്നെ രക്ഷിക്കുമെന്ന് ഞാൻ എന്ത് ചെയ്യുന്നു? പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഉടനെ യേശു പറഞ്ഞു, ഞാൻ നിന്നെ രക്ഷിക്കുമെന്ന് നീ വിശ്വസിക്കുന്നെങ്കിൽ നീ പിടിച്ചിരിക്കുന്ന കമ്പിൽ നിന്ന് പിടിവിടാൻ പറഞ്ഞു. അവൻ പറഞ്ഞത് ഇങ്ങനെയാണ്, നീ വിശ്വസിക്കുന്നു, നീ വിടുവിക്കുന്നു എനിക്കറിയാം, പക്ഷെ ഉള്ള പിടി വിടാൻ എനിക്ക് എന്തില്ല, താല്പര്യമില്ല. ആമേൻ. ഇന്ന് രാത്രി എന്നെ വിളിച്ചവൻ, എന്നെ ശുശ്രൂഷയ്ക്ക് പേര് ചൊല്ലി വിളിച്ചവൻ, എന്നെ മാനിക്കുമെന്ന് ഉറപ്പുള്ളവർ ദൈവത്തിന് സ്തോത്രം കൊടുക്കണം. ഈ 6ാമത്തെ രാത്രി ഞാൻ നിങ്ങളുടെ 2025 തുടക്കത്തിൽ നൂറ് പറയാം. ഈ 2025 നമ്മുടെ വാഴ്ത്തപ്പങ്ങൾ നമ്മുടെ ഉള്ളംകരത്തിൽ എത്തുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ദൈവത്തിന് മഹത്വം കൊടുക്കണം. പൂർണ്ണമായിട്ടൊരു വിശ്വാസം, സ്തോത്രം, ഭാഗികമായിട്ടൊരു വിശ്വാസമല്ല. സ്വതം പൂർണ്ണമായിട്ട് എന്റെ ദൈവം എന്നെ വിടുവിക്കും, എന്നെ സഹായിക്കുമെന്ന് പൂർണ്ണമായിട്ട് ഇന്ന് രാത്രി ഉറപ്പുണ്ടായിരിക്കണം. ഈ മീറ്റിംഗ് കഴിഞ്ഞ് നിങ്ങളുടെ ഫോൺ ഓഫ് ആക്കുമ്പോ എന്താ വിശ്വസിക്കേണ്ട? ഭാഗികമായിട്ട് നടക്കുന്നെങ്കിൽ നടക്കട്ടെ എന്ന് പറഞ്ഞ് കാടടച്ച് വെടിവെച്ചു പോകാനല്ല, പൂർണ്ണമായി വിശ്വസിച്ചതിനെ കാമം പറഞ്ഞ് മഹത്വം കൊടുക്കാൻ കഴിയുന്നെങ്കിൽ ദൈവം അത് നീതിയായി കണക്കിടാൻ താല്പര്യപ്പെടുകയാണ്. പൂർണ്ണമായി വിശ്വസിക്കുക. അവൻ നോക്കിക്കേ, അനുകൂലമായിട്ട് ഒന്നും കാണാതിരിക്കെ പൂർണ്ണമായി തീരുമാനമെടുത്തിറങ്ങിയ ഒരു സഹോദരിയെ നമുക്കറിയാം. അവളുടെ അമ്മായിയമ്മയോട് ചേർന്ന് നിന്നിട്ട് അവൾ പറഞ്ഞ വാക്ക്, നിന്റെ ദൈവം എന്റെ ദൈവം, നീ സേവിക്കുന്ന ദൈവം എന്റെ ദൈവം, നിന്റെ ജനം എന്റെ ജനം, നീ മരിച്ചടക്കപ്പെടുന്നിടത്ത് ഞാനും മരിച്ചടക്കപ്പെടും. നമ്മളോട് അങ്ങനെ പലരും പറഞ്ഞിട്ടുണ്ട്. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഓട്ടോഗ്രാഫ് എഴുതി. അതിനകത്ത് ഒരുത്തൻ എഴുതിയതാണ്, ലോകം അവസാനിച്ചാലും ഞാൻ നിന്നെ മറക്കത്തില്ല. ഇപ്പൊ കണ്ടിട്ട് പോലും അവൻ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് സത്യം. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു പൂർവ്വ സംഗമമൊക്കെ നടത്തിയപ്പോ ഇവനടുത്ത് ഞാൻ ചോദിച്ചോടാ, നീ എന്നെ ഓർക്കുന്നുണ്ടോ? ഓട്ടോഗ്രാഫിന്റെ കാര്യമൊക്കെ പറഞ്ഞോണ്ട് ഞാൻ ചോദിച്ചു, നീ എന്നെ ഓർക്കുന്നുണ്ടോ? അവൻ പറഞ്ഞോടാ, ഞാൻ നിന്നെ ഓർക്കുന്നത്, നീ ആരാ? നിന്റെ രൂപം ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ. അപ്പോ ഓട്ടോഗ്രാഫ് എഴുതിയവരൊക്കെ മറക്കും. ഒരിക്കലും മറക്കത്തില്ലെന്ന് പറഞ്ഞവരായിരിക്കും നമ്മളെ ആദ്യം മറക്കുന്നത്. സ്വതന്ത്രം പറയാൻ പറ്റുമോ? സ്വതന്ത്രം. ഒരിക്കലേ യേശു കർത്താവിന്റെ അടുത്ത് പത്രോസ് പറഞ്ഞു, ആരൊക്കെ തള്ളി പറഞ്ഞാലും ഞാൻ നിന്നെ എന്ത് ചെയ്യത്തില്ല. കർത്താവെ, ഈ 11 നിന്നെ ഒറ്റ കൊടുത്താലും ഞാൻ നിന്നെ എന്ത് ചെയ്യത്തില്ല, ഒറ്റ കൊടുക്കത്തില്ല. ഞാൻ തുണിയൊക്കെ വെച്ച് വാള് വാങ്ങി ഇങ്ങനെ നടക്കുക. നീ യേശുവെ, നീ എവിടെ പോകുന്ന അവിടെ ഞാനും വരും, നിന്റെ കൂടെ ഞാനുണ്ട് എന്ന് പറഞ്ഞ് അവൻ അത്രയ്ക്ക് വിശ്വാസം കൽപ്പിച്ച പത്രോസാണ് സ്വന്തം ഒരു പെങ്കൊച്ചി ഓടിച്ചപ്പോ പറയുന്നത്, ഞാൻ അവനെ എത്ര തവണ തള്ളിപ്പറഞ്ഞു? കോഴി 3 തവണ കൂന്നിന് മുമ്പ് അവൻ 2 വട്ടം അവൻ എന്ത് ചെയ്തു? തള്ളിപ്പറഞ്ഞു. നോക്കിക്കേ, തള്ളിപ്പറയുന്നത് നമ്മുടെ കൂടെ നിൽക്കുമെന്ന് പറയുന്നവരാ തള്ളിപ്പറയുന്നത്. സ്തോത്രം. എനിക്കങ്ങനെ ഉണ്ടായി. ഞാൻ ഒരിക്കലും മറക്കത്തില്ല പാസ്റ്ററെ എന്ന് പറഞ്ഞവരൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്തത്, മറന്നിട്ടുള്ളത്. ഒരിക്കലും ഇന്ന് ഞാൻ ഓർക്കുന്നു, ഒരാള് സ്തോത്രം കടം കയറി ആകെ ഭാരപ്പെട്ടിരിക്കുമ്പോ എന്നെ വിളിച്ചു, ദൈവദാസനെ എനിക്കൊണ്ടിന്ന് പ്രാർത്ഥിക്കാമോ? എന്തുവായാലും ഞങ്ങൾ പോയി അവിടുന്ന് പ്രാർത്ഥിച്ചു. കർത്താവ് പ്രാർത്ഥന, അവന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. അവന്റെ വിദേശയാത്രയൊക്കെ ശരിയായി. അപ്പോ അന്ന് ഞങ്ങൾ ബൈക്കിലാണ് ട്രിവാൻഡ്രം എയർപോർട്ടിൽ പോയിട്ട്. കേട്ടോ ഷാജി സാറെ, ഞങ്ങള് തിരുവനന്തപുരത്ത് എയർപോർട്ടിൽ ബൈക്കിലാണ് അവനെ കൊണ്ടുവിട്ടെ. ഞങ്ങൾ രണ്ടുകൂടെ പോയി. അവൻ നിങ്ങൾക്ക് അറിയുമോ ബൈക്കിൽ ഇരുന്നുകൊണ്ട് എയർപോർട്ടിന് മുമ്പിൽ അവൻ അകത്തോട്ട് കയറുന്ന ചെറിയൊരു ബാഗേ ഉള്ളൂ അവന്റെ കയ്യിൽ പോകാൻ. 5-6 ജോഡി ഡ്രസ്സും ഒക്കെ എടുത്ത് അവൻ അകത്തോട്ട് കയറാൻ നേരത്ത് ആ കില്ലിന്റെ അവിടെ നിന്നുകൊണ്ട് എന്നോട് പറഞ്ഞു, സ്പെൻസർ പാസ്റ്ററേ, ഞാൻ മറക്കത്തില്ല, ജീവൻ ഉണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യത്തില്ല, മറക്കത്തില്ല. ഞാൻ അവിടെ ചെന്ന് ജോലിക്ക് കയറി ആദ്യ ശമ്പളം ബെൻസിയർ പാസ്റ്റർക്കുള്ളതാ. എനിക്ക് വേണ്ടി ഇത്രയും കരഞ്ഞ് അങ്ങനെ അണിഞ്ഞാണ്. ഞാനും പൊട്ടറെ പോലെ തന്നെ വിശ്വസിച്ചെന്ന്. ഇവൻ പോയിട്ട് ഇന്ന് ഏകദേശം 10-17 വർഷമായി. ഇവൻ എവിടാന്ന് പോലും അറിയാൻ മേല. സ്തോത്രം. അപ്പോ ഓരോ തവണ എയർപോർട്ടിൽ പലരെയും കൊണ്ടുവിടാൻ പോകുമ്പോ ഞാനിങ്ങനെ അവന്റെ കാര്യം ഓർക്ക്, കർത്താവെ ഇവൻ ഇവിടെ നിന്നുകൊണ്ടാ. അപ്പോ സ്തോത്രം, നമ്മളോട് ഉറപ്പ് പറഞ്ഞവരൊക്കെ മാറിപ്പോകും.
സഹോദരം, ഇതിനകത്ത് ഈ മീറ്റിംഗിൽ എന്നെ ഇരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു, നിങ്ങൾ പിണങ്ങരുത്. നിങ്ങളോടുകൂടെ ഇരുന്ന് പ്രാർത്ഥിക്കാമെന്നും ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിക്കോ, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞ് ഉടമ്പടി പറഞ്ഞവരൊക്കെ മുങ്ങുന്ന കാലഘട്ടമായത്. സഹോദരം, 25-ൽ പലരും നിന്നെ കളിപ്പിച്ചിട്ട് മുങ്ങുമ്പോൾ ഇന്ന് രാത്രി ഒരു കാര്യം എനിക്കറിയാം, അവൻ വാഗ്ദത്തം ചെയ്തത് പ്രവർത്തിക്കുന്നവനാണെന്ന് ഞാൻ പൂർണ്ണമായി ഉറയ്ക്കുന്നു. നോക്കിക്കേ, ആമേൻ. രൂത്ത് ഉറച്ച തീരുമാനമെടുത്തു. അവൾ ദൈവത്തെ മുറുകെ പിടിച്ചു. ചരിത്രം പറയുന്നത് യഹൂദ ജനമായി 10ാം തലമുറ പോലും സഖ്യത പുലർത്താൻ കഴിയാത്ത ശവിക്കപ്പെട്ട ഒരു കൂട്ടം മോവാബ്യർ. സ്തോത്രം. അങ്ങനത്തെ ബിംബങ്ങളെ സേവിച്ച് നടക്കുന്ന ഒരുത്തി, കറുത്തവൾ, ബിംബങ്ങളെ സേവിച്ച് നടക്കുന്നവൾ, വല്ലാത്ത പ്രാകൃത രൂപത്തിൽ നടക്കുന്നവൾ. അവൾ വീട്ടിനകത്ത് നിന്നുകൊണ്ട് അമ്മായിയമ്മയുടെ കണ്ണിൽ നോക്കിയിട്ട് പറയുക, ഞാൻ നിന്നോട് കൂടെ വരികയാണ്, നീ സേവിക്കുന്ന ദൈവത്തെ എനിക്കും വേണമെന്ന് പറഞ്ഞ് അവൾ ശൂന്യനെ നോക്കി തീരുമാനമെടുത്തുകൊണ്ട് കാൽച്ചൂട് വെച്ച് ഇറങ്ങിത്തിരിച്ച് നമുക്ക് നല്ലവണ്ണം അറിയാം. എന്റെ തമ്പുരാൻ അവളെ ബോവസിന്റെ വയലിലെത്തിച്ച് അവളെ ദൈവത്തിന്റെ കുടുംബത്തിലേക്ക് എത്തിക്കുവാൻ ദൈവത്തിന് മനസ്സലിവുണ്ടായെങ്കിൽ ഇന്ന് രാത്രി മീറ്റിംഗിൽ പങ്കെടുത്തുകൊണ്ട് ഞാൻ പരിശുദ്ധാത്മാവിൽ പറയാം, അവന് ഉറപ്പുള്ള തീരുമാനത്തോടെ നിൽക്കാൻ കഴിയുന്നെങ്കിൽ നമ്മളോട് വാഗ്ദത്തം ചെയ്തവൻ അത് പ്രവർത്തിപ്പാൻ വിശ്വസ്തനെന്ന് നാം ഉറച്ചു വിശ്വസിക്കേണ്ടത് ആവശ്യമാണ്. എന്താണ് ഉറച്ചു വിശ്വസിക്കേണ്ടുന്നത്? പൂർണ്ണമായി ഉറയ്ക്കേണ്ടുന്നത് വാഗ്ദത്തം ചെയ്തത് പ്രവർത്തിപ്പാൻ അവൻ ശക്തനാണ്. ഇറങ്ങിത്തിരിച്ച നാൾ മുതൽ ഇന്ന് വരെ നിന്നോട് വാഗ്ദത്തം ചെയ്തത് മറന്നുപോകാതെ ഇന്ന് രാത്രി ആമേൻ പറയാൻ കഴിയുന്നെങ്കിൽ അത് പ്രവർത്തിപ്പാൻ കഴിയുന്ന ഒരു ദൈവത്തെ നാം ഉറച്ചു വിശ്വസിക്കണം. അടുത്ത വാക്ക്, അവൻ പൂർണ്ണമായി ഉറച്ചതുകൊണ്ട്. അബ്രഹാം ഇസ്ഹാക്കിന് യാഗം കഴിക്കാൻ പോയ ചരിത്രം നമുക്ക് നല്ലവണ്ണം അറിയാം. എന്തുകൊണ്ടാ പോയെ? ദൈവത്തിൽ അവൻ പൂർണ്ണമായി ഉറച്ചിരുന്നത് കൊണ്ടാണ്. സ്തോത്രം. അതുകൊണ്ട് 22ാമത്തെ വാക്യം, അതുകൊണ്ട് അവൻ അത് നീതിയായി കണക്കിട്ടു. ഇന്ന് രാത്രി പ്രിയമുള്ളവരെ, നമ്മുടെ ചാർച്ചക്കാരുടെ മുൻപിൽ ദൈവം ചിലത് നീതിയായി കണക്കിടാൻ, ഇന്നലകളിൽ നിന്നെ പരിഹസിച്ചവരുടെ മുൻപിൽ ദൈവം ചിലത് നീതിയായി കണക്കിടാൻ, നീ പാർക്കുന്ന ദേശത്ത് ദൈവം ചിലത് നീതിയായി കണക്കിടാൻ പോകുന്നു. ഇന്നലകളിൽ ദൈവനാമത്തിനുവേണ്ടി ചെയ്തത്, ദൈവനാമത്തിനുവേണ്ടി ഓടിയത്, അഭിഷക്തന്മാർക്ക് വേണ്ടി കൊടുത്തത് ദൈവം നിനക്ക് നീതിയായി കണക്കിടാൻ പോകുന്നു എന്ന് ഈ പ്രാരംഭ വർഷത്തിൽ ഞാൻ ദൂത് കൈമാറാം. അത് അവന് നീതിയായി കണക്കിട്ടു. തീർന്നില്ല. അടുത്ത വാക്ക്, അവന് കണക്കിട്ടു എന്ന് എഴുതിയിരിക്കുന്നത് അബ്രഹാമിനെ വിചാരിച്ച് മാത്രമല്ല, നമ്മെ വിചാരിച്ചും കൂടിയാകുന്നു. അപ്പൊ ഇന്ന് രാത്രി നിങ്ങൾ ദൈവത്തിൽ പൂർണ്ണമായി ഒരു ഉറപ്പ് നേടിയാൽ, അബ്രഹാമിനോട് ദൈവം എങ്ങനെയാണോ നീതീകരിച്ചത് അതേ അവസ്ഥയിൽ ദൈവം നിങ്ങളെ നീതീകരിക്കും. ഉറപ്പ് പറയാൻ പറ്റുമോ? ആമേൻ പറയാൻ പറ്റുമോ? ഇന്ന് രാത്രി അബ്രഹാമിനോട് ദൈവം എങ്ങനെയാണോ നീതിയായി കണക്കിട്ടത് അതേപോലെ നിങ്ങളുടെ കുടുംബത്തോടും ദൈവം നീതിയായി കണക്കിടും. ഒറ്റ കാര്യം, വാഗ്ദത്തത്തിൽ പൂർണ്ണമായിട്ടൊന്ന് ഉറയ്ക്കാൻ കഴിഞ്ഞാൽ മതി. വേദികളൊന്നും പൂർണ്ണമായി വിശ്വസിക്കാൻ കഴിഞ്ഞാൽ മതി. ഇന്നലകളിൽ ദൈവം തന്ന ദൂതുകളിൽ നിനക്ക് ആമേൻ പറയാൻ കഴിയുന്നെങ്കിൽ, പിശാചിന്റെ കെട്ടുകളെ പൊട്ടിച്ചുകൊണ്ട് അവന്റെ അമിക്കൈകളെ ഉടച്ചു കളഞ്ഞുകൊണ്ട് ദൈവം തന്ന വാഗ്ദത്തത്തിൽ നിനക്ക് ആമേൻ പറയാൻ കഴിയുന്നെങ്കിൽ ഒരു ദൂത് പറയാം, അബ്രഹാമിനെ ദൈവം നീതീകരിച്ചതുപോലെ ദൈവം നിന്നെ നീതീകരിക്കും. കണ്ണുകൾ അടയ്ക്കാം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. അവൻ വാഗ്ദത്തം ചെയ്തത് പ്രവർത്തിക്കുവാനും ശക്തനെന്ന്